സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതെങ്ങനെ നോക്കാം. ഇതെൻ്റെ ഒരു മാസ്റ്റർ പീസ് ചിക്കൻ ബിരിയാണിയാണ്. ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹൈ ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അജീസ് വേൾഡ്. ആദ്യം നമുക്ക് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ചിക്കനിൽ മസാല ഒക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനിവിടെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളിയൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലുള്ള നല്ല റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്താണ്. ഇനി ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നേരത്തെ മസാല പുരട്ടി ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ചിക്കൻക്ക്. ആ മസാലയൊക്കെ കറക്റ്റ് അതിന്മേ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്, മറ്റേ സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ 2 സൈഡ് ഫ്രൈ ആയതുകൊണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാല വഴറ്റിയിട്ട് അതിൽ ചിക്കൻ വേവിച്ചുണ്ടാക്കുന്ന ബിരിയാണിയാണോ അതോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണോ നിങ്ങൾക്ക് ഇഷ്ടം? അത് നിങ്ങൾ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ചിക്കൻ ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ. നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ റൈസ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് മെൽട്ടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. 2 ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ കണക്കിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീരകശാല അരിയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇത് നോവ ബ്രാൻഡിൻ്റെ ജീരകശാല അരിയാണ്. ലുലുന്നാണ് ഈ അരി മേടിച്ചത് കേട്ടോ. നല്ല സ്മെല്ലാണ് ഈ അരിക്ക്. അപ്പോൾ നമ്മൾ റൈസൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മസാല റെഡിയാക്കാം കേട്ടോ. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ആദ്യം സ്പൈസസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക. സ്പൈസസൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച വെളിച്ചെണ്ണ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ എണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 വലിയ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തക്കാളി വാട്ടിയെടുക്കാം കേട്ടോ.
തക്കാളിയൊക്കെ വാടിയുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് വേപ്പിൻ്റെ ഇല, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത്. ഈ സ്പൈസസൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് പോണ വരെ നന്നായിട്ട് ഈ തക്കാളിയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൽ നിന്ന് കുറച്ച് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട്, ദമ്മിടുമ്പോൾ മേലെ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിനയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ദമ്മിടലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റി വെക്കാം കേട്ടോ. ചോറ് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മളെ ചിക്കൻ മസാല ഇതിന് മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഇടുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചോറ് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡിലേക്കും ഇങ്ങനെ പരത്തിയിട്ടിട്ട് കൊടുക്കാം. ചോറിൻ്റെ മീതെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പും പുതിനയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ ദം ചെയ്യാൻ വെക്കണത് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ദമ്മ് പൊട്ടിച്ചിട്ടാണ്. നമുക്ക് ഈ ചോറ് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് വരണവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.